സുരേഷ് ഗോപി ആദ്യം ചേർത്ത് പിടിച്ചത് കാവിക്കൊടിയല്ല, ചെങ്കൊടി. അന്ന് സുരേഷ് ഗോപി ആയിരുന്നില്ല, സുരേഷ് ടി നായരായിരുന്നു. കൊല്ലത്ത് ലക്ഷ്മി ഫിലിംസ് എന്ന സിനിമാ വിതരണ കമ്പനിക്കാരൻ കെ ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും 4 മക്കളിൽ മൂത്തയാൾ. കൊല്ലത്ത് ഫാത്തിമ മാതാ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ SFI പ്രവർത്തകനായിരുന്നു സുരേഷ് ഗോപി. സൈലന്റ് വാലി സംരക്ഷണ സമരം ശക്തമായ കാലം. സമരത്തിൽ സജീവമായി സുരേഷ് പങ്കെടുത്തു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സുവോളജി അസോസിയേഷൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അന്നത്തെ സഹപാഠിയും സുരേഷ് ഗോപിക്കൊപ്പം ലോക്സഭയിലുണ്ട്. പ്രതിപക്ഷ നിരയിലാണെന്ന് മാത്രം. കൊല്ലം MP MK പ്രേമചന്ദ്രനാണ് ഫാത്തിമ മാതാ കോളേജിൽ സുരേഷ് ഗോപിയുടെ സഹപാഠി. സുരേഷ് ഗോപി സിനിമയിലെത്തിയത് ബാലതാരമായാണ്. ഓടയിൽ നിന്നെന്ന ക്ലാസിക് ചിത്രത്തിൽ. അച്ഛൻ്റെ സിനിമാ ബന്ധങ്ങളാണ് ഈ സിനിമയിലേക്ക് വഴി തുറന്നത്. സിനിമ എന്തെന്ന് പോലും അറിയാത്ത കാലം. സ്കൂളിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി അഭിനയിപ്പിച്ചതാണെന്ന് സുരേഷ് ഗോപി തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷമാണ് സിനിമയിലേക്ക് പിന്നീട് എത്തിയത്. സുരേഷ് ഗോപിയെ സിവിൽ സർവീസുകാരനാക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് അച്ഛൻ മകനെ മദിരാശിയിൽ അയച്ചത്. മദിരാശിയിൽ ചെന്നപ്പോൾ അച്ഛൻ്റെ സുഹൃത്തായ നിർമ്മാതാവ് ബാലാജി വഴി നിരപരാധി എന്ന തമിഴ് സിനിമയിലേക്ക് അവസരം ലഭിച്ചു. പിന്നീട് വില്ലൻ, ഉപനായക വേഷങ്ങളിലൂടെ മലയാള സിനിമയുടെ ആംഗ്രി യങ്മനായി. തലസ്ഥാനം എന്ന സിനിമയിലൂടെയാണ് സുരേഷ് ഗോപി എന്ന താരപദവിയുള്ള നായകനായത്. ഏകലവ്യനിലൂടെ മലയാളത്തിലെ 3ാം സൂപ്പർ സ്റ്റാറായി. പിന്നീട് പോലീസ് വേഷങ്ങളിലൂടെ തിരക്കുള്ള താരമായി മാറി. കളിയാട്ടം എന്ന സിനിമയിലൂടെ ദേശീയ പുരസ്കാരവും സുരേഷ് ഗോപി സ്വന്തമാക്കി. തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് അട്ടിമറി വിജയം നേടിയ സുരേഷ് ഗോപി ഒടുവിൽ കേന്ദ്രമന്ത്രിയുമായി. केरल से लोकसभा के सदस्य सुरेश गोपी। पहली बार भारतीय जनता पार्टी ने केरल में लोकसभा में अपना प्रतिनिधि चुना है और सुरेश गोपी वहां का प्रतिनिधित्व करते हुए। I, Suresh Gopi, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will.